നമസ്കാരം. വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുള്ള ജന്തുജാലങ്ങളിൽ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുഴിമുയിൽ എന്ന ജീവിയെ പറ്റിയാണ്. കുഴിമുയിൽ ശക്തിയില്ലാത്ത ജാതിയെങ്കിലും അത് പാറയിൽ പാർപ്പിടമുണ്ടാക്കുന്നു. വിശുദ്ധ ബൈബിളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവ് എഴുതിയിട്ടുള്ള സദൃശവാക്യങ്ങളിലെ ഒരു വാക്യമാണിത്. പ്രകൃതിയിലെ നിസാരമായ 4 ജീവികളുടെ പ്രാഗൽഭ്യം കണ്ട് ആശ്ചര്യപ്പെടുകയാണ് ജ്ഞാനിയായ ശലോമോൻ രാജാവ്. യഥാവിധി ആഹാരം ശേഖരിച്ചു വെക്കുന്ന ഉറുമ്പും, പാറയിൽ പാർപ്പിടമുണ്ടാക്കുന്ന കുഴിമുയിലും, ചിട്ടയോടെ യാത്ര ചെയ്യുന്ന വെട്ടുക്കിളിയും, അരമനകളിൽ പോലും നിർഭയമായി വസിക്കുന്ന പല്ലിയും ശലോമോൻ രാജാവിൻ്റെ അത്ഭുതത്തിന് പാത്രീഭവിക്കുന്നു. പാറയുടെ ഇടുക്കുകളിൽ മാളമുണ്ടാക്കി വസിക്കുന്ന ഒരിനം കാട്ടുമുയലിനെ പറ്റിയാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. മലയാള വേദപുസ്തകത്തിൽ ഈ ആശയമാണുള്ളത്. എന്നാൽ ഇംഗ്ലീഷ് പരിഭാഷകളിലൊക്കെ ബാഡ്ജർ എന്ന പേരാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബാഡ്ജർ എന്നത് മാളമുണ്ടാക്കുന്ന മാംസഭോജികളായ ഒരിനം ചെറിയ സസ്തനികളാണ്. മസ്റ്റലിഡെ കുടുംബത്തിൽപ്പെടുന്ന മെലസ് എന്ന ശാസ്ത്രനാമമുള്ള ജീവികളായിരിക്കാം അവ. യഥാർത്ഥ മലയാള പരിഭാഷ ഇവയ്ക്ക് ലഭ്യമല്ലാതിരുന്നതിനാൽ പാറക്കൂട്ടങ്ങളിൽ വസിക്കുന്ന ഒരു ചെറിയ മൃഗമെന്ന നിലയിൽ കുഴിമുയിൽ എന്ന് നാമകരണം ചെയ്തിരിക്കാനാണ് കൂടുതൽ സാധ്യത. ഇത് വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ജീവിയായ കുഴിമുയലിനെ പറ്റിയുള്ള ഒരു ചെറിയ വിവരണം. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.